ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് വൈറൽ സാൻഡ്വിച്ചാണ് കേട്ടോ. അതിന് ഞാനിവിടെ ഒരു 5-8 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബോൺലെസ് ചിക്കനാണ് എടുത്തുള്ളത്. ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് 2 മുട്ട നമ്മളിതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് സ്റ്റീം ചെയ്യാം. ഒരു 15 മിനിറ്റോളം നമുക്കിത് സ്റ്റീം ചെയ്യാൻ വെക്കാം കേട്ടോ. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. സോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മുട്ടയും അതുപോലെ തന്നെ റെഡ് ചില്ലിയും ഗാർലിക്കും പിന്നെ നമുക്ക് ഒരു സ്ലൈസ് ചീസും കുറച്ച് പാലും കൂടെ ഞാൻ നന്നായിട്ട് ഗ്രൈൻഡറിൽ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി അടിച്ചെടുക്കണം. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് നമ്മളിവിടെ ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാരറ്റ്, അതുപോലെ സവോള, ക്യാപ്സിക്കം, ക്യാബേജ്, പിന്നെ സ്വീറ്റ് കോണും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിർബന്ധമല്ല കേട്ടോ. അത് നന്നായി ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനും അത് നന്നായിട്ടൊന്ന് ചെറിയ പീസസായി കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടി ഒരു ബൗളിനകത്തേക്ക് ഇട്ട് നമുക്ക് ഈ സോസും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഓരോ ബ്രെഡ് സ്ലൈസ് എടുത്തതിന് ശേഷം അതിന്മേൽ നമ്മൾ കുറച്ച് സോസ് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ മിക്സ് നമ്മളിതിലേക്ക് വെച്ച് കൊടുത്ത് നമ്മളൊരു പാനിനകത്ത് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ അതിലും നമുക്കിത് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. ഞാനിത് ഉണ്ടാക്കാൻ കുറച്ച് വൈകിപ്പോയി. ഇത് ഒരുപാട് റീൽസിലും ഇതിലൊക്കെ കാണുമ്പോൾ ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാൻഡ്വിച്ചാണ്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റിയാണ് കേട്ടോ.